പാലാ നഗരസഭയിലെ കടുത്ത പോരാട്ടത്തിനിടെ കിങ് മേക്കർ ആകാൻ ഒരു രാഷ്ട്രീയ മത്സരം നടക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ CPM-ന്റെ ഒരേയൊരു അംഗമായിരുന്ന ബിനു പുളിക്കണ്ടകം സ്വതന്ത്രനായാണ് ഇത്തവണ ജനവിധി തേടുന്നത്. ബിനുവിനെ കൂടാതെ മകൾ ദിയ ബിനുവും ജ്യേഷ്ഠൻ ബിജുവും സ്വതന്ത്രനായി മത്സരരംഗത്തുണ്ട്. 3 പേരും വിജയിച്ചാൽ പാലായിൽ ആര് ഭരിക്കണമെന്ന കാര്യത്തിൽ പോലും അത് നിർണായകമാകാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ 5 വർഷം പാലാ നഗരസഭ സംസ്ഥാന തലത്തിൽ തന്നെ വാർത്തകളിൽ ഇടം പിടിച്ചൊരു സ്ഥലമായിരുന്നു. ഇനിയുള്ള 5 വർഷക്കാലവും അങ്ങനെ തന്നെ ആകുമോ എന്ന സസ്പെൻസ് ബാക്കിയാകാൻ ചില കാരണങ്ങൾ ഇവിടെയുണ്ട്. പാലയിൽ 3 സ്വതന്ത്രന്മാർ മത്സരിക്കുന്നു. ഒരുപക്ഷെ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇവരെ പരിചയമുണ്ടാകും. ബിനു പുളിക്കണ്ടം ഉൾപ്പെടെയുള്ളവരാണ്. പാലയുടെ കിങ് മേക്കറായി മാറും സാധ്യത തള്ളിക്കളയുന്നില്ല. പക്ഷെ ഞങ്ങളുടെ ലക്ഷ്യം അതല്ല. ഒരുപക്ഷെ രാഷ്ട്രീയത്തിൽ അനിവാര്യമായത് ഇപ്പോൾ വേണേൽ സംഭവിക്കാം. രാഷ്ട്രീയത്തിൽ പകയും പ്രതികാരവും ഒക്കെ സ്വാഭാവികമല്ലേ. കഴിഞ്ഞ തവണ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച ബിനു പുളിക്കണ്ടത്തിന് ചെയർമാനാകാൻ പറ്റാതെ പോയതിന് പിന്നിലുള്ള ചില എതിർപ്പുകളൊക്കെ ഞങ്ങളൊക്കെ നേരിട്ട് റിപ്പോർട്ട് ചെയ്തതാണ്. അതൊക്കെ മനസ്സിലുണ്ടാവില്ലേ? അതുകൊണ്ട് അല്ല, ഞങ്ങൾക്കെല്ലാം വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ടല്ല ഞങ്ങൾ സ്വതന്ത്രമായി മത്സരിക്കുന്നത്. രാഷ്ട്രീയമുണ്ട്. അപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ച കാരണം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ സ്വതന്ത്ര കൂട്ടായ്മയായിട്ട് മത്സരിക്കേണ്ടി വരുന്നത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ഈ 5 വർഷക്കാലം ഞങ്ങൾ മത്സരിക്കുന്ന 2 വാർഡ് CPM-ഉം 1 വാർഡ് CPI-യും ജയിച്ചതാണ്. അതിൽ ഞാൻ പാർട്ടി ചിഹ്നത്തിൽ ജയിച്ചതാണ്. എന്നാൽ ഇപ്രാവശ്യം എതിർ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് പാർട്ടി ചിഹ്നത്തിൽ പോലുമല്ല. ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി ഭാരവാഹികൾ, അതായത് ബ്രാഞ്ച് സെക്രട്ടറിമാരുൾപ്പെടെ ലോക്കൽ കമ്മിറ്റി അംഗം ഉൾപ്പെടെ ഏരിയ കമ്മിറ്റി അംഗത്തിൻ്റെ ഭാര്യ, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഭാരവാഹികൾ ഉൾപ്പെടെ എല്ലാവരും സ്വതന്ത്ര ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ നിർണായക കൈ നോക്കുകയാണ്. എന്തായാലും കൈ നോക്കുന്ന 2010 ഞങ്ങൾ ഇതേപോലെ എൻ്റെ നേതൃത്വത്തിൽ ഇതേപോലെ 3 വാർഡിലും മത്സരിച്ച് ഞങ്ങൾ 3 പേരും വിജയിച്ചതാണ്. അന്ന് ഇവർ 2 പേരും ഇല്ലായിരുന്നു. ഞങ്ങൾ 3 പേരും വിജയിച്ചു. 3 വാർഡിലും വിജയിച്ചിട്ടുണ്ട്. നേരത്തെ വിജയിച്ചിട്ടുണ്ട്. 2010 ഞങ്ങൾ 3 പേരും വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപക്ഷെ ചരിത്രത്തിൽ സാധിക്കാത്ത രീതിയിൽ വികസന പ്രവർത്തനങ്ങൾ ഈ പ്രദേശത്ത് കൊണ്ടുവരാൻ പറ്റിയിരുന്നു. 13, 14, 15 വാർഡുകളെന്ന് പറഞ്ഞാൽ പരസ്പരം കണക്റ്റഡാണ്. റോഡിൻ്റെ അപ്പുറം ഇപ്പുറം. അതുപോലെ 3 വാർഡുകളും ചേരുന്ന സ്ഥലമുണ്ട്. അപ്പോൾ വൈകാരികമായി ഞങ്ങൾക്ക് വളരെ അടുപ്പമുള്ള, ഇവിടെ പ്രദേശത്ത് ജനിച്ചു വളർന്ന ആളുകളെന്ന, അല്ലെങ്കിൽ ഇവിടെ കളിച്ചു വളർന്ന ആളുകളെന്ന രീതിയിൽ വളരെ അടുപ്പമുള്ളതാണ്. അതുപോലെ തന്നെ ഞാൻ 20 വർഷക്കാലമായി കൗൺസിലറാണ്. ഈ 3 വാർഡിലെ ആളുകൾ നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നത് വാർഡ് തിരിഞ്ഞല്ല. അപ്പോൾ എല്ലാ ആവശ്യത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധം. അതുകൊണ്ട് ഞങ്ങൾക്ക് അപരിചിതത്വമൊന്നുമില്ല. ഈ മോളെ കൂടി കളത്തിലിറക്കാവുന്നൊരു ചിന്ത എങ്ങനെയാണ്? അവർക്ക് അവളുടേതായ രാഷ്ട്രീയം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഞാൻ ശീലിച്ച, അല്ലെങ്കിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയൊക്കെ ഞാൻ കടന്നു വരുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം അല്ല മോളുടെ കാഴ്ചപ്പാടിലുള്ളത്. സമരങ്ങളിലൂടെയും അല്ലെങ്കിൽ മറ്റ് വിദ്യാർത്ഥി യുവജന ഏത് രാഷ്ട്രീയ പാർട്ടിയിലായിരുന്നു? അങ്ങനെ ഇല്ല, രാഷ്ട്രീയത്തിലില്ല. ഞാൻ പറഞ്ഞത് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞത്. ഞാനൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെയും യുവജന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൊക്കെ വളർന്നു വന്ന, കൊടി പിടിച്ച, മുദ്രാവാക്യം വിളിച്ച് നടന്ന ഒരു രാഷ്ട്രീയമല്ലായിരുന്നു ഇവരുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇച്ചിരൂടെ നമ്മുടെ ന്യൂജൻ രാഷ്ട്രീയം, ഐഡിയാപരമായിട്ടും അല്ലെങ്കിൽ ആ രാഷ്ട്രീയമായിരുന്നു. പക്ഷേ അവൾക്ക് ഈ രാഷ്ട്രീയം ഒരിക്കലും അപരിചിതമുണ്ടായിരുന്നില്ല. എൻ്റെ സൂചിപ്പിച്ചായിരുന്നു, എൻ്റെ കൗൺസിലർഷിപ്പിൻ്റെ പാരമ്പര്യം അല്ലെങ്കിൽ പ്രായം ഉള്ളൂ അവൾക്ക്. അപ്പോൾ ചെറുപ്പം മുതലേ ഇത് കണ്ട് വളർന്ന ഞങ്ങളെല്ലാവരും, എൻ്റെ അച്ഛനാണേലും ചേട്ടനാണേലും എല്ലാവരും ഞങ്ങൾ രാഷ്ട്രീയത്തിൽ നിന്ന് ഒരിക്കലും മാറി നിന്നവരല്ല. അപ്പോൾ ഞങ്ങളാരും നിർബന്ധിച്ചിട്ടല്ല. ഇതുപോലെ ഒരു ആലോചന വന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം 90% മുകളിൽ ഭൂരിപക്ഷം കിട്ടി ജയിച്ച വാർഡാണ് 15-ാം വാർഡ്. എതിർ സ്ഥാനാർത്ഥികൾക്ക് കേവലം 100-ൽ താഴെയാണ് 2 പേർക്ക് കൂടെ കിട്ടിയുള്ളൂ. അപ്പോൾ ആ ഒരു വാർഡിൽ പല കാര്യങ്ങളും ചെയ്തു വെച്ചു. ഇനിയും പല കാര്യങ്ങൾ പൂർത്തീകരിക്കാനുണ്ട്. ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ അങ്കമാടി, 3 നില അങ്കമാടി എൻ്റെ വാർഡിൽ നിന്ന് കൊണ്ടുവരാൻ സാധിച്ചു. തീർച്ചയായും അതിലേക്ക് വരാം. ഈ അച്ഛൻ ഇങ്ങനെ മത്സരിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ എന്താ മോള് ഞെട്ടിയാ? എനിക്ക് ഉറപ്പായിട്ടും എനിക്കൊരു ഞെട്ടൽ, ഒരു കൗതുകമായിരുന്നു ഉണ്ടായിരുന്നത്. എൻ്റെ കൂട്ടുകാരൊക്കെ എന്തായാലും ഞെട്ടിയിട്ടുണ്ട്. അപ്പോൾ ആളുകളെ അഭിമുഖീകരിക്കാൻ തുടങ്ങി. ആളുകൾ എന്താ പറയുന്നത്? ഇവർ 2 പേരും ഉള്ളത് കൊണ്ട് ഉറപ്പായിട്ടും എനിക്കൊരു വളരെ നല്ല സപ്പോർട്ടാണ്. എല്ലാവരും ഉറപ്പായിട്ടും പുതിയ തലമുറ കടന്നു വരട്ടെ, നിങ്ങളുടെ ഐഡിയാസ് വരട്ടെ. ഇപ്പോൾ അച്ഛനാണെങ്കിലും പറഞ്ഞ പോലെ അച്ഛൻ തുടങ്ങിയിട്ട് കുറേ പ്രോജക്ട്സ് ഉണ്ട്. അപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്നാണ് പറയുന്നത്. ഈ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ അങ്ങനെ മനസ്സിലുണ്ടോ? ഉറപ്പായിട്ടും ഇത് എൻ്റെ നാട്ടുകാരല്ലേ, എനിക്ക് ഏറ്റവും അറിയാവുന്ന ആൾക്കാരാണ്. അപ്പം നമ്മൾ ഇന്ത്യയിലാണെങ്കിൽ ലോക്കൽ ബോഡി ഗവൺമെൻറ്റ്സ് ആണ് ഏറ്റവും ബേസിക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കാണെങ്കിൽ ഇപ്പോൾ ആൾക്കാരിൽ ഇപ്പോൾ അവർക്കാണെങ്കിലോ അവരുടെ ഏറ്റവും
കഷ്ടതയുള്ള പ്രശ്നങ്ങൾ നമുക്കാണ് ഏറ്റവും ആദ്യം സോൾവ് ചെയ്യാൻ പറ്റുന്നത്. കുടിവെള്ളം ആണെങ്കിലും ശൗചാലയം ആണെങ്കിലും അംഗൻവാടി ആണെങ്കിലും അങ്ങനത്തെ ഓരോ ബേസിക് കാര്യങ്ങൾ നമുക്കാണ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അത് ആൾക്കാരുടെ ജീവിത നിലവാരം ഉയർത്തുക, അവർക്ക് വേണ്ടി അവരുടെ അവകാശങ്ങൾ അവർക്ക് അറിയാതെ പോകുന്ന നമ്മൾക്കാണെങ്കിലും ഒത്തിരി റൈറ്റ്സ് ഉണ്ടെങ്കിൽ അത് ഡിസേർവിംഗ് ആയിട്ടുള്ള ഒത്തിരി റൈറ്റ്സ് ഉള്ള ആൾക്കാർ ഉണ്ടെങ്കിലും അവർക്കത് അറിയത്തില്ലായിരിക്കും. അതൊക്കെ അവരിലേക്ക് എത്തിക്കുക, അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുക. എന്തായാലും ഗംഭീരമാട്ടെ. അടുത്ത ആളുടെ ലുക്ക് ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സുരേഷ് ഗോപിയുടെ തൃശ്ശൂർ അടക്കം പ്രചരണത്തിൽ അല്ലെങ്കിൽ പിന്നീടുള്ള പല ബൈറ്റുകളുടെയൊക്കെ ഒരു വശത്ത് ബിജു ഉണ്ടായിരുന്നു. ബിനുവിൻ്റെ ചേട്ടനാണ് ബിജു പുളിക്കണ്ടം. ഇങ്ങനൊരു മത്സരത്തിനിറങ്ങാൻ എന്താണ് അങ്ങനൊരു തീരുമാനം? അനിയനൊപ്പം നിൽക്കുക എന്നുള്ളത് കൂടിയാണോ? അല്ല, അനിയനൊപ്പം നിൽക്കുക എന്ന് പറഞ്ഞാൽ അനിയൻ്റെ എല്ലാ ഇലക്ഷനുകളിലും ഇപ്പം നിങ്ങൾ ബിനു തന്നെ പറഞ്ഞു 20 വർഷത്തെ കൗൺസിൽ കാലഘട്ടം, ഇതിലൊക്കെ ബിനുവിൻ്റെ തോളോട് തോൾ ചേർന്നുണ്ടായിരുന്ന ആൾ തന്നെയാണ്. പിന്നെ ബിനു സൂചിപ്പിച്ചല്ലോ, രാഷ്ട്രീയം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അന്യമല്ല. എൻ്റെ പിതാവ് പാലായിലെ ഏറ്റവും പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ ഈ നിയോജകമണ്ഡലത്തിലെ ഏറ്റവും ഉയർന്ന പദവി വഹിച്ചയാളാണ്. അപ്പം ഞങ്ങൾ ചെറുപ്പം മുതലേ ആ പിതാവിൻ്റെ കൈ പിടിച്ച് എന്ന് പറയാം. ബിനുവിൻ്റെ കാര്യം എടുത്താൽ ബിനു സെൻറ് തോമസ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ്സിൽ KSUവിലൂടെ രാഷ്ട്രീയത്തിൽ വന്നയാളാണ്. ഞാനും കേരളത്തിലെ പ്രമുഖ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ യുവജന പ്രസ്ഥാനത്തിൽ അതിൻ്റെ യുവജന വിഭാഗത്തിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിട്ട് 30 വർഷം ഉണ്ടായിരുന്നയാൾ തന്നെയാണ്. എൻ്റെ ഒരു 3ാമത്തെ പ്രസിഡൻ്റായിട്ടാണ്. ഇപ്പം ഒരു ഘടകകക്ഷിയുടെ ഒരു പ്രമുഖ നേതാവ് എന്നെക്കാളും തുലം വളരെ ജൂനിയറായിട്ടുള്ള ഒരാളാണ്. പിന്നെ ഞാൻ കുറച്ച് രാഷ്ട്രീയത്തിൽ നിന്നും പ്രധാനപ്പെട്ട ആ ഒരു പോസ്റ്റുകളിൽ നിന്നും മാറി നിന്നു എന്നുള്ള സത്യമാണ്. കുറച്ചൊക്കെ സിനിമാ രംഗത്തേക്കും ഒക്കെ ആയിട്ട് മാറി നിന്നു. ഈ കഴിഞ്ഞ തവണ ചെയർമാൻ സ്ഥാനം പോയ സമയത്ത് കുടുംബത്തിനൊരു വേദന ഉണ്ടായിട്ടുണ്ടായിരുന്നോ? അല്ല, അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിലെ ഈ ജയപരാജയങ്ങളൊന്നും ഞങ്ങളെ അങ്ങനെ ബാധിക്കുന്നില്ല. കാരണം ബിനുവിൻ്റെ കാര്യം നിർബന്ധപൂർവ്വം മാറ്റി നിർത്തുന്നു എന്ന തരത്തിൽ പാലായിലൊരു പ്രചരണം ഉണ്ടായിരുന്നു. അത് സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ജനങ്ങളാണ് ഞങ്ങളോട് ചോദിച്ചതും നിങ്ങളോട് കാണിച്ചത് ഒരു നീതികേടല്ലേ എന്നുള്ള ആ ഒരു ചോദ്യം എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും നമ്മൾ അഭിമുഖീകരിച്ചു. സുരേഷ് ഗോപി വരുമോ പ്രചരണത്തിൽ? സുരേഷ് ചേട്ടൻ്റെ അറിയാമല്ലോ രാഷ്ട്രീയം എന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു അനുഗ്രഹാശിസുകൾ മൗനമായിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പരസ്യമായിട്ട് പ്രതീക്ഷിക്കുന്നില്ല. എന്തായാലും ഇത്തവണ ഒരു മാറ്റം പാലയിൽ ഉണ്ടാകും എന്നുള്ളതാണോ? ഒരു ഫൈറ്റ് എങ്ങനെയാണ്? മാറ്റം പാലായിൽ ഉണ്ടാകും. കാരണം നാളിതുവരെ മുമ്പേ നമ്മൾ സൂചിപ്പിച്ച രാഷ്ട്രീയ പ്രസ്ഥാനത്തെ മാറ്റി നിർത്തിക്കൊണ്ട് പാലാ നഗരഭരണം ഒരിടത്തും വന്നിട്ടില്ല. അതിനൊരു മാറ്റം ഉണ്ടാകാം. കാരണം വിവിധങ്ങളായ പ്രശ്നങ്ങൾ, ജനങ്ങളെല്ലാം അസ്വസ്ഥരാണ്. പാലായിലെ ജനങ്ങൾ കഴിഞ്ഞ 5 വർഷക്കാലം ഞാൻ ഉൾപ്പെടെയുള്ള കൗൺസിലറുടെ ഒരു പ്രവർത്തന സമയമെടുത്ത് നോക്കിയാൽ യാതൊരു വികസന പ്രവർത്തനങ്ങളും പാലായിൽ നടന്നിട്ടില്ല. ആസ് യൂഷ്വൽ ആര് വന്നാലും നടക്കുന്ന സാധാരണ ഒരു പ്രവർത്തനങ്ങൾ അല്ലാതെ ഒരു പുതിയതായ ഒരു പ്രോജക്റ്റോ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും മാർഗങ്ങളോ കുടിവെള്ള പദ്ധതികളോ ഒരു വികസനവും ഉണ്ടായിട്ടില്ല. അതിലൊരു പക്ഷേ ഞാൻ ഉൾപ്പെടെയുള്ളവർ പങ്കാളികളാണ്. പക്ഷേ അതിനൊരു മാറ്റം വരണം. രാഷ്ട്രീയത്തിനുപരിയായിട്ട് വികസനത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു പ്രവർത്തന ശൈലി അത് വേണം. എന്തായാലും അതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, ഇപ്പോൾ സ്വതന്ത്രമായി മത്സരിക്കുന്നു. BJPയിൽ ഉൾപ്പെടെ നിന്നപ്പോൾ പോലും വിജയിച്ച ഒരു ചരിത്രമുണ്ട് ബിനു പുളിക്കകണ്ടത്തിന്. അതേപോലെ ഈ 3 വാർഡുകളിലും വിജയിച്ചിട്ടുള്ള ഒരു പാരമ്പര്യവുമുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇത്തവണ ഈ പറഞ്ഞതുപോലെ പാലയുടെ ഒരു കിങ് മേക്കറാകാൻ ഈ പുളിക്കകണ്ടം ഫാമിലി അങ്ങനെയായി മാറുമോ എന്ന ചോദ്യം കൂടി പാല നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുകയാണ്. പാലയിൽ നിന്ന് G. ശ്രീജിത്ത്, News 18.